എങ്ങനെയുണ്ടായിരുന്നു ഗെയിമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കാരണം പറയേണ്ട പോയിന്റ്സ് ഒക്കെ കറക്റ്റ് തന്നെയാണ് പറയുന്നത്. എനിക്ക് പറഞ്ഞതിലൊരു തെറ്റായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഗെയിം കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു രീതിയിലും ഹെയ്റ്റ് കിട്ടാത്തൊരു മത്സരാർത്ഥിയായിരുന്നല്ലോ അൻസിബ. ഒരാളോടും അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു മത്സരാർത്ഥിയായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ച് എത്രത്തോളം നല്ലൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതെ, സത്യം പറഞ്ഞാൽ എത്താത്ത വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതിനകത്തും ഉണ്ടായത്. ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു. കാരണം ഇപ്പം എന്നെ ചീത്ത പറയുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുന്നതും സീരിയസ്ലി എത്താത്ത ജെന്യൂൻ ആയിട്ട് തന്നെയാണ് നിന്നത്. ഒരു തരത്തിലുള്ള ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ഇത്രയും ദിവസം നിൽക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഞങ്ങളതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയാ തരം താഴ്ത്തലുകളും അല്ലെങ്കിൽ ദേഷ്യപ്പെടലുകളൊക്കെ ഈ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോഴും അൻസിബയുടെ എപ്പോഴും മുഖം ഭയങ്കര പ്രസന്നതയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചിരിച്ച മുഖമായിട്ട് എപ്പോഴും കാണാറുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എന്തായിരുന്നു തോന്നാറ്? ഇതിന് എനിക്ക് പറയാൻ വേർഡ്സ്